എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ പുറകിലെ ഉദ്ദേശം എന്താണ്? ഇവിടെ നാം കേട്ട തിരുവചനത്തിൽ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടരെ അഭിസംബോധന ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാണ്. നാം പ്രാർത്ഥിക്കുന്നവരാകണം. നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെടുകയില്ല. ദൈവത്തെ വിളിച്ചാൽ നിനക്ക് വിടുതലുണ്ട്. നീ ദൈവത്തെയാണ് വിളിക്കേണ്ടത്. നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കണം. പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. പ്രാർത്ഥന ഒരു ബന്ധത്തെ കാണിക്കുന്നു. പ്രാർത്ഥന ദൈവാശ്രയത്തെ കാണിക്കുന്നു. നാം നിശ്ചയമായും പ്രാർത്ഥിക്കണം. എന്നാൽ ഇവിടെ യേശു പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, സ്വർഗരാജ്യത്തിൽ കടക്കുന്നതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ നേട്ടം. ഇന്ന് പകൽ നിങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവരാജ്യത്തിൽ കടക്കാൻ വേണ്ടി നാം എന്തു ചെയ്യുന്നു? യേശു പറഞ്ഞു, അതിന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ദൈവമേന്ന് വിളിച്ചാൽ മാത്രം പോരാ. യേശു വളരെ വ്യക്തമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കടക്കണം. നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒത്തിരി മറുപടികളൊക്കെ കിട്ടിയിട്ട് സ്വർഗരാജ്യത്തിൽ കടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? യേശു ഈ താണഭൂമിയിലേക്ക് വന്നത്, ക്രൂശിൽ മരിച്ചത്, കഷ്ടപ്പെട്ടതൊക്കെ എന്തിനാ? നമ്മെ വീട്ടിൽ കൊണ്ടുപോകാനാ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, ഇഷ്ടം ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നാം തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഒത്തിരിയുണ്ട്. അതിൽ 3 കാര്യങ്ങൾ മാത്രം ഇന്ന് പകൽ പറയാം. 1, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നാം വിശുദ്ധരാകണം. 1-ാമത്തെ ഇഷ്ടം ശുദ്ധീകരണമാണ്. 2-ാമത്തെ ഇഷ്ടം ആരും നശിച്ചു പോകരുതെന്നാണ്. എല്ലാവർക്കും നിത്യജീവൻ കിട്ടണമെന്നാണ്. അങ്ങനെയെങ്കിൽ 2-ാമത്തെ ഇഷ്ടം ദൈവം നിങ്ങൾക്ക് നൽകിയ രക്ഷ, സൗജന്യമായി കിട്ടിയ രക്ഷ നിങ്ങൾ മറ്റുള്ളവർക്കും സൗജന്യമായി കൊടുക്കണം. അതാണ് 2-ാമത്തെ ഇഷ്ടം. 3-ാമത്തെ ഇഷ്ടം, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അതൊരു ദൈവ ഇഷ്ടമാണ്. ദൈവം നിങ്ങളാക്കി വെച്ച സ്ഥാനത്ത്, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാണ്. 3 കാര്യങ്ങൾ ഇന്ന് പകൽ അറിയുക. 1, ശുദ്ധീകരണം. 2,
സൗജന്യമായി ലഭിച്ച രക്ഷ മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കുക. 3, നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.